നമസ്കാരം. യദു മേയർ വിഷയമുണ്ടായിട്ട് രണ്ടാം വർഷത്തിലേക്ക് കടന്നേക്കാം. 27-ാം തീയതി, അതായത് കഴിഞ്ഞ വർഷം ഏപ്രിൽ 27-നാണ് സംഭവം നടന്നത്. യദുവിന്റെ കേസ് തള്ളിക്കളയുന്ന വിധത്തിൽ, അതായത് ആ, റെഫർ ചെയ്ത് ഒഴിവാക്കാനായിട്ട് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ ഇനി കേസിന് പോയാൽ പ്രൈവറ്റ് കേസ് കൊടുത്തുകൊണ്ട് യദു കോടതിയിൽ കേസ് ഫയൽ ചെയ്തുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്ത് പോയി കഴിഞ്ഞാൽ നിലവിലുള്ള തെളിവുകളെല്ലാം വെച്ച് മേയറും MLA തൂങ്ങുമെന്ന് അറിയാവുന്നത് കൊണ്ട് യദുവിനെ ജീവൻ നശിപ്പിക്കാൻ വേണ്ടിയിട്ടാണോ ഇപ്പോ ഇത്തരത്തിൽ പെരുമാറുന്നതെന്ന് ചിന്തിക്കാൻ തോന്നാണ്. കാരണം എന്താണെന്നറിയോ, നേരത്തെ KSRTC ജോലിയില്ല, പുറത്താക്കിയേക്കാണ്. പ്രൈവറ്റ് ബസ്സിലൊക്കെ എന്തെങ്കിലുമൊക്കെ ഒഴിവ് പോലെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അതുകൂടി ഇല്ലാതാക്കിയിരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കഴിഞ്ഞ ഏതാനും മാസങ്ങളായി യദുവിന്റെ കാര്യം വളരെ മോശം കാലാവസ്ഥയിലാണ്. ജോലി ചെയ്യാൻ പറ്റുന്നില്ല. അത്രത്തോളം പ്രഷറും ഈ ജോലി കൊടുക്കുന്നവരിലുള്ള പ്രഷറും ഇങ്ങനെ പല വിധത്തിലുള്ള കാര്യങ്ങളുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. എന്തിനാ? യദു ജീവിതം അവസാനിപ്പിക്കണം. യദു ജീവിതം അവസാനിപ്പിച്ചില്ല എന്നുണ്ടെങ്കിൽ യദു കേസും കൊണ്ട് മുന്നോട്ട് പോയാൽ അവർക്ക് അത് അപകടമാണ് എന്ന് അറിയാവുന്നത് കൊണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്.